ഇടുങ്ങിയ മനസ്സും വലിയ വായും വലിയ നഷ്ടം. നമ്മൾ സഞ്ചാരികളെന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പറഞ്ഞല്ലോ, നമ്മുടെ മനസ്സ് വളരെ ചെറിയ ചിന്താഗതിയാണെങ്കിൽ, പക്ഷേ നമ്മുടെ സംസാരം അത് വലുതായിരിക്കും. ഒരു കാര്യവുമില്ല. നമ്മൾ ജീവിതത്തിൽ വിജയിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം എന്ന് നമ്മൾ ചിന്തിക്കുന്നു എങ്കിൽ, ആ മുന്നിൽ പറഞ്ഞതിന് ചെറിയ ചിന്താഗതിയും വലിയ വായും എന്നതിൻ്റെ തിരിച്ച് ഓപ്പോസിറ്റ് നമ്മളായിക്കഴിഞ്ഞാൽ നമുക്ക് വിജയമുറപ്പാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ സക്സസ് നമുക്ക് നേടാൻ സാധിക്കും. എന്ന് വെച്ചാൽ വലിയ ചിന്താഗതി, ചെറിയ വായു, സംസാരം കുറക്കുക, നമ്മൾ ചിന്താഗതി വർദ്ധിപ്പിക്കുക, വലുതാക്കുക. നമ്മൾ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ, ഒരു പക്ഷേ നീ ഒരു എൻജിനീയർ അല്ലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റ് അല്ലായിരിക്കാം, പക്ഷേ നിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ കൃത്യമായ ലക്ഷ്യവും ഐഡിയാസും ഉണ്ടെങ്കിൽ നിനക്ക് നല്ല ഒരു ആർക്കിടെക്റ്റും അതേപോലൊരു ബിൽഡറുമാവാം. നീ ആരോടും അതുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കാതിരിക്കുക. നിനക്ക് അത്യാവശ്യമുള്ള, നിനക്ക് ഉപകാരപ്പെടും എന്ന് തോന്നുന്ന ആളുകളോട് മാത്രം നീ അത് പങ്കുവെക്കുക. അല്ലാത്തവരോട് നീ മൗനം പാലിക്കുക. എന്തോ ആവട്ടെ, ആർക്കിടെക്റ്റ് മാത്രമല്ല, നീ ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ആ ബിസിനസ് എന്താണ്, എങ്ങനെയാണ്, ഏത് രൂപത്തിലാണ് എന്നുള്ളത് നിന്റെ മനസ്സിൽ മാത്രം നീ കാത്തു സൂക്ഷിക്കുക. പുറമേക്ക് നീ പറയുന്നതും ചെയ്യുന്നതും സങ്കല്പിക്കുന്നതും പുറത്തു നിന്ന് കാണുന്നവർക്ക് ഒന്നും തന്നെ മനസ്സിലാവില്ല. അങ്ങനെയെങ്കിൽ നീ വിജയത്തിലേക്ക് ഒരു പടി കടന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വലിയ വായും ചെറിയ ചിന്താഗതിയും എന്നുള്ളത് മാറ്റിയിട്ട് വലിയ ചിന്താഗതിയും ചെറിയ സംസാരവും എന്നുള്ളതിലേക്ക് നമ്മൾ എന്ന് മാറുമ്പോൾ, അന്ന് മുതൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും സക്സസിൻ്റെ ഓരോ സ്റ്റെപ്പ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ശുഭദിനം നേരുന്നു. ഗുഡ് ബൈ.